ട്രാൻഷൻ റെസ്പോൺസസ് ആണ്. സോ ട്രാൻഷൻ റെസ്പോൺസ് ഇൻ സീരീസ് ആർ എൽ സർക്യൂട്ട് ഹാവിങ് ഡി സി എക്സൈറ്റേഷൻ. നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് എക്സൈറ്റേഷൻ ഉണ്ടാവും, ഡി സി ഉണ്ടാവും, എ സി ഉണ്ടാവും. അപ്പോൾ നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഡി സി എക്സൈറ്റേഷൻ കൊടുക്കുമ്പോൾ എങ്ങനെയാണ് ട്രാൻഷൻ റെസ്പോൺസസ് ഉണ്ടാകുന്നതാണ്. അപ്പോൾ എന്താണ് ആദ്യം തന്നെ ട്രാൻഷൻ റെസ്പോൺസ് എന്ന് നോക്കാം. ട്രാൻഷൻ റെസ്പോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. അപ്പോൾ നമ്മൾ ആ ഒരു സർക്യൂട്ടിൽ ഇപ്പോൾ ഇൻഡക്ടേഴ്സ്, റെസിസ്റ്റേഴ്സ്, കപ്പാസിറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. ഒരു പെർട്ടിക്കുലർ സർക്യൂട്ട്, ആ സർക്യൂട്ടിൽ നമ്മളിപ്പോൾ ഒരു സ്വിച്ച് ചെയ്യാണ് സർക്യൂട്ടിന്, അതായത് ഒരു സ്വിച്ച് വെച്ച് കണക്ട് ചെയ്തിട്ടുണ്ടാവും. ആ സർക്യൂട്ടിനെ നമ്മൾ സ്വിച്ച് ഒരു പെർട്ടിക്കുലർ പൊസിഷനിൽ നിന്ന് വേറൊരു പൊസിഷനിലേക്ക് സ്വിച്ച് ചെയ്യുക അല്ലെങ്കിൽ ചേഞ്ച് ചെയ്യാൻ പാടും. സോ ആ സ്വിച്ചിങ് നടക്കുമ്പോൾ അതിലുണ്ടാകുന്ന കറണ്ടിലും വോൾട്ടേജിലും ഇതുപോലെ തന്നെ ചേഞ്ചസ് ഉണ്ടാവും. സോ അതൊരു ഇനീഷ്യൽ സ്റ്റേറ്റിൽ നിന്ന് വേറൊരു സ്റ്റേറ്റിലേക്ക് ചേഞ്ച് ഉണ്ടാവും ഈ പറഞ്ഞ കറണ്ടിനും വോൾട്ടേജിനും. ആ ചേഞ്ച് ഉണ്ടായിട്ട് അതൊരു കുറച്ച് ടൈം ഫ്ലക്ച്വേറ്റ് ചെയ്തിട്ടാണ് നമുക്കൊരു ഫൈനൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ തരിക. സോ ആ ഫ്ലക്ച്വേറ്റ് ചെയ്യുന്ന ടൈമിനെയാണ് നമ്മൾ ട്രാൻഷൻ ടൈം അല്ലെങ്കിൽ ട്രാൻഷൻ ടൈം എന്ന് പറയാം. സോ ആ ടൈമിലെ റെസ്പോൺസ് ആണ് ട്രാൻഷൻ റെസ്പോൺസ്. നമ്മൾ ഓൾറെഡി സൈനസോയിഡൽ സ്റ്റഡി സ്റ്റേറ്റ് അനാലിസിസ് ഓഫ് ആർ എൽ, ആർ സി, ആർ എൽ സി സീരീസ് സർക്യൂട്ട്സിൻ്റെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത് ട്രാൻഷൻ റെസ്പോൺസ് ആണ്. അപ്പോൾ ആ സ്വിച്ചിങ് കണ്ടീഷൻസ് കാരണം ഉണ്ടാകാൻ പോകുന്ന ചേഞ്ചസിനെ പറ്റിയാണ് നമ്മളിനി പഠിക്കാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സീരീസ് ആർ എൽ സർക്യൂട്ടിൽ എങ്ങനെയാണെന്ന് നോക്കാം. സോ നമുക്ക് ഫസ്റ്റ് ഒരു സീരീസ് ആർ എൽ സർക്യൂട്ട് കൺസിഡർ ചെയ്യാം. ഇതാണ് എൻ്റെ ഒരു സീരീസ് ആർ എൽ സർക്യൂട്ട്. ഡി സി സപ്ലൈ വി അപ്ലൈ ചെയ്തു. കെ എന്ന് പറയുന്നത് ഒരു സ്വിച്ചാണ്. സ്വിച്ചിൻ്റെ പൊസിഷനിലാണ് നമ്മൾ ഓൺ ആക്കുക ഓഫ് ചെയ്യുക ചെയ്യാം. സോ ഇനി നമുക്ക് ഈ സീരീസ് സർക്യൂട്ടിൻ്റെ അനാലിസിസ് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്കതിൽ എന്ത് ചെയ്യാം, സ്വിച്ച് ക്ലോസ് ചെയ്തു എന്ന് വിചാരിക്കാം. സ്വിച്ച് കെ ഈസ് ക്ലോസ്ഡ് ആണ് അല്ലേ. ക്ലോസ് ചെയ്താൽ മാത്രമേ ഇതിൽ കൂടെ കറണ്ട് ഫ്ലോ ചെയ്യുള്ളൂ. സോ ഞാൻ സ്വിച്ച് കെ ക്ലോസ് ചെയ്തു. സോ ഇതിൽ കൂടെ പോകുന്ന കറണ്ടാണ് ഐ. നമുക്ക് അപ്ലൈ കെ വി എൽ അപ്ലൈ ചെയ്ത് നോക്കാം. വി ഈക്വൽ ടു അല്ലേ, ടോട്ടൽ വോൾട്ടേജ് വി ഈക്വൽ ടു രണ്ട് എലമെൻസിൻ്റെ ഡ്രോപ്പ് ആയിരിക്കും. റെസിസ്റ്ററിൽ കൂടി ഉണ്ടാവുന്ന ഡ്രോപ്പാണ് ആർ ഇൻറ്റു ഐ പ്ലസ് എൽ ഇൻറ്റു ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. ഇനി നമുക്ക് ഈ മൊത്തം സർക്യൂട്ടിനെ എൽ കൊണ്ട് ഡിവൈഡ് ചെയ്യാം. സോ വി ബൈ എൽ ഈക്വൽ ടു ആർ ബൈ എൽ ഇൻറ്റു ഐ പ്ലസ് ഡി ഐ ബൈ ഡി ടി എന്ന് കിട്ടും. ഇനി പുട്ട് ഡി ബൈ ഡി ടി എന്നുള്ള ടേമിന് പകരം സ്മോൾ ലെറ്റർ പി യൂസ് ചെയ്യാം. നമുക്കിവിടെ എന്ത് വരും, വി ബൈ എൽ ഈക്വൽ ടു പി പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഐ അല്ലേ. ഡി ഐ ബൈ ഡി ടിയിലെ ഈ ഡി ഐ ബൈ ഡി ടിയിലും ആർ ബൈ എൽ ഇൻറ്റു ഐയിലും ഒരു ഐ കോമൺ ഉണ്ട്. സോ ഐ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. ബാക്കി ഡി ബൈ ഡി ടിക്ക് പകരം പി എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പി പ്ലസ് ആർ ബൈ എൽ ഇൻറ്റു ഓൾ ഇൻറ്റു ഐ ഈക്വൽ ടു വി ബൈ എൽ എന്ന് കിട്ടും. ഇനി ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഇവിടെ പി എന്ന് പറഞ്ഞത് ഡി ബൈ ഡി ടി ആണ്, അതായത് ഒരു ഡിഫറൻഷ്യൽ ഫോമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഡിഫറൻഷ്യൽ ഇക്വേഷൻസിനെ സോൾവ് ചെയ്യാനായിട്ട് നിങ്ങൾ ഫസ്റ്റ് ഇയർ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. സൊല്യൂഷൻ കണ്ടുപിടിക്കാന്ന് പറയും. നമ്മൾ ഇതിൻ്റെ സൊല്യൂഷൻ കണ്ടുപിടിക്കാനായിട്ട് രണ്ട് കമ്പോണൻ്റ് ആയിട്ട് ഡിവൈഡ് ചെയ്യും. പെർട്ടിക്കുലർ ഇൻ്റഗ്രലും കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ എന്ന് പറയും. നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ ആ ഒരു മെത്തേഡ് വെച്ചിട്ടാണ് നമ്മളിവിടെ സോൾവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഫുൾ സ്റ്റെപ്സ് ഒന്നും പഠിക്കേണ്ട, ഫൈനൽ ഇക്വേഷൻസ് നോക്കുക, ആ രണ്ട് കമ്പോണൻസ് നോക്കുക. നമുക്കിത് പ്രോബ്ലത്തിൽ എങ്ങനെ അപ്ലൈ ചെയ്യാമെന്ന് അറിയണം. അപ്പോൾ ഇനി നമുക്കിവിടെ സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പോകുന്നത് കറണ്ടിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യാം. ഐ സി പ്ലസ് ഐ പി. അതിൽ ഐ സി എന്ന് പറഞ്ഞാൽ കോംപ്ലിമെൻ്ററി ഫംഗ്ഷനും കോംപ്ലിമെൻ്ററി സൊല്യൂഷനാണ്. ഐ പി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെർട്ടിക്കുലർ സൊല്യൂഷൻ, പർട്ടിക്കുലർ ഫംഗ്ഷനോ സൊല്യൂഷനോ പറയാം. ഇനി ഇതിൽ ഐ സി ആണ് കോംപ്ലിമെൻ്ററി സൊല്യൂഷൻ എന്ന് പറഞ്ഞ ടേമാണ് നമുക്ക് ട്രാൻഷ്യൻ സൊല്യൂഷൻ തരിക അല്ലെങ്കിൽ ട്രാൻഷ്യൻ റെസ്പോൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുക. ഇതിലെ പർട്ടിക്കുലർ ഫംഗ്ഷൻ നമുക്ക് എന്തായിരിക്കും അപ്പോൾ തരിക, സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ തരും. സോ ഒരു ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കുന്ന സൊല്യൂഷൻ എന്തായാലും അതിപ്പോൾ വോൾട്ടേജ് ആയാലും കറണ്ട് ആയാലും അതിന് രണ്ട് കമ്പോണൻസ് ഉണ്ടായിരിക്കും, സ്റ്റഡി സ്റ്റേറ്റും ട്രാൻഷ്യൻറ്റും. സോ അതിലത്തെ ട്രാൻഷ്യൻറ്റിനെ കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ,
സ്റ്റഡി സ്റ്റേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഇവിടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ വരിക. സോ ടോട്ടൽ കറണ്ട് ഐ ഈക്വൽ ടു ഐ സി പ്ലസ് ഐ പി. അപ്പോൾ ട്രാൻഷ്യൻ പ്ലസ് സ്റ്റഡി സ്റ്റേറ്റ് എന്ന് പറയും. ഇനി ഇതിനെ ഐ സി കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ കാണാനായിട്ട് മാത്തമാറ്റിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻസ് സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് സി ഇൻറ്റു ഈ ഫോമിലുള്ള ഒരു ഇക്വേഷനെ, ഈ ഇക്വേഷൻ 1 എന്നുള്ള ഫോമിലുള്ള ഒരു ഇക്വേഷനെ സോൾവ് ചെയ്യുമ്പോൾ മാത്തമാറ്റിക്കലി ഡിഫറൻഷ്യൽ ഇക്വേഷൻ സോൾവ് ചെയ്യുന്ന പോലെ സോൾവ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് പറയും. സോ ഈ സി എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ആ കോൺസ്റ്റൻറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. ഇനി നിങ്ങളൊരു ടേം കേട്ടിട്ടുണ്ടാവും, ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയും. ടൈം കോൺസ്റ്റൻറ്റ് ടോ ഈക്വൽ ടു എൽ ബൈ ആർ ആണ്. ഒരു ആറും എല്ലും ഉള്ള സർക്യൂട്ടിൻ്റെ ടൈം കോൺസ്റ്റൻറ്റ് എന്ന് പറയുന്നത് ടോ ഈക്വൽ ടു എൽ ബൈ ആർ ആണ്. അപ്പോൾ നമുക്ക് ഐ സി കിട്ടി. ഇനി നമുക്ക് ഐ പി അറിയണം. ഐ പി എന്ന് പറയുന്നത് എന്താ പറഞ്ഞത്, സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂഡ് ഇൻഡിക്കേറ്റീവ് എന്ന് പറഞ്ഞു. അതായത് അതൊരു സ്റ്റഡി സ്റ്റേറ്റ് അല്ലെങ്കിൽ ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആണ്. ദാറ്റ് ഈക്വൽ ടു ഈ സർക്യൂട്ടിലെ കോൺസ്റ്റൻറ്റ് വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ആർ ആണ് അല്ലേ. ഇൻഡക്ടറിൻ്റെ പ്രത്യേകത എന്താ, കറണ്ടിലുണ്ടാവുന്ന ചേഞ്ചസിനെ, സഡൻ ചേഞ്ചസിനെ അത് ഒപ്പോസ് ചെയ്യും. അതായത് ഇപ്പോൾ ഞാൻ സ്വിച്ച് ഓപ്പൺ ചെയ്യുമ്പോൾ എന്ത് കണ്ടീഷനിലാണോ ഇൻഡക്ടർ ഇരുന്നത് അതേ കണ്ടീഷൻ അല്ലെങ്കിൽ അതേ വാല്യൂ, ഇനീഷ്യൽ വാല്യൂ തന്നെയായിരിക്കും സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെയുള്ള ഇൻസ്റ്റൻറ്റിലും. സോ ആ ഇൻസ്റ്റൻറ്റേനിയസ് ചേഞ്ചസിന് വരുന്ന ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ട് കറണ്ടിൽ വരുന്ന ചേഞ്ചസിനെ ഇൻഡക്ടർ ഒപ്പോസ് ചെയ്യാൻ നോക്കും. അതായത് ആ സഡൻ ചേഞ്ചസ് അതിൽ നമുക്ക് വിസിബിളായിട്ട് വരില്ല. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ പെർട്ടിക്കുലർ അല്ലെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ എന്ന് പറയുന്നത് വി ബൈ ആർ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കും. ദെർഫോർ നമ്മുടെ ടോട്ടൽ ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, സി ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് വി ബൈ ആർ അല്ലേ. രണ്ടും കൂടെ സം ചെയ്തു, ഐ സി പ്ലസ് ഐ പി ചെയ്തു. ഇനി ഇതിൽ സി എന്താണെന്ന് നമുക്കറിയില്ല. സോ സി കണ്ടുപിടിക്കണം. അപ്പോൾ സി കണ്ടുപിടിക്കാനായിട്ട് നമ്മൾ എന്ത് ചെയ്യും, സ്വിച്ച് ഓപ്പൺ ചെയ്ത ടൈമിലും സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെയുള്ള ടൈമിലേക്ക് ചെക്ക് ചെയ്യും. സോ സ്വിച്ച് ക്ലോസ് ചെയ്തിട്ടുള്ള കെ ഈസ് ക്ലോസ് അറ്റ് ടി ആണെന്ന് വിചാരിക്കും. അറ്റ് ടി ഈക്വൽ ടു 0. 0 മൈനസും ഉണ്ട്, 0 പ്ലസ് എന്ന് പറയും നമ്മൾ. 0 മൈനസ് എന്ന് പറയുന്നത് സ്വിച്ച് ഓപ്പൺ ആണ്. 0 പ്ലസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് ക്ലോസ് ചെയ്ത ഉടനെയുള്ള ഇൻസ്റ്റൻ്റ് ആണ്. ഈ രണ്ട് ഇൻസ്റ്റൻറ്റിലും കറണ്ട് എന്തായിരിക്കും, ഇൻഡക്ടറിൽ കൂടുള്ള കറണ്ട് എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇൻഡക്ടറിൽ കൂടുള്ള കറണ്ട് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ടോട്ടൽ കറണ്ട് അല്ല. ഇവിടെ സീരീസ് സർക്യൂട്ടാണ്. അപ്പോൾ ആറിലും എല്ലിലും ഒരേ കറണ്ട് ഫ്ലോ ചെയ്യുക. നമ്മൾ ഇൻസ്റ്റൻറ്റേനിയസ് ആയിട്ടുള്ള ചേഞ്ചസ് ഒന്നും കറണ്ടിൽ വിസിബിൾ ആവാത്തത് കൊണ്ട് ആ ടൈമിൽ കറണ്ട് ആയി 0 ആയിരിക്കും. സോ 0 ഈക്വൽ ടു സി ഇൻറ്റു അറ്റ് ടി ഈക്വൽ ടു 0 എന്നാണ്. 0 മൈനസും ഉണ്ട്, 0 പ്ലസും ഉണ്ട്. സോ ഈ ടിക്ക് ഞാൻ 0 കൊടുക്കുമ്പോൾ ഇ റേസ് ടു 0 എന്ന് വരും. ഇ റേസ് ടു 0ൻ്റെ വാല്യൂ 1 ആണ്. പ്ലസ് വി ബൈ ആർ എന്ന് വരും. അതായത് സി ഈക്വൽ ടു മൈനസ് വി ബൈ ആർ എന്ന് കിട്ടും. ദെർഫോർ ആ സിയുടെ വാല്യൂ ഈ പറഞ്ഞ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഐയുടെ വാല്യൂ കിട്ടുക മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി പ്ലസ് വി ബൈ ആർ എന്നാണ്. അതായത് ഐ ഈക്വൽ ടു വി ബൈ ആർ കോമൺ ആയിട്ട് പുറത്തെടുത്ത് കഴിഞ്ഞാൽ 1 മൈനസ് അല്ലേ, ഈ വി ബൈ ആർ പോയി കഴിഞ്ഞാൽ അത് 1 ആവും. സോ 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി എന്ന് കിട്ടും. ഇതാണ് ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ സൊല്യൂഷൻ കാണാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ ഫൈനൽ വാല്യൂ ഓഫ് കറണ്ട് അല്ലെങ്കിൽ സൊല്യൂഷൻ കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കറണ്ട് വാല്യൂ പിടിക്കാൻ പറഞ്ഞാൽ യൂസ് ചെയ്യേണ്ട ഇക്വേഷനാണ് വി ബൈ ആർ ഇൻറ്റു 1 മൈനസ് ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി. അതിൽ ഈ വി ബൈ ആർ ഇൻറ്റു 1 അതായത് വി ബൈ ആർ എന്നുള്ള ടേമാണ് അതിലെന്ത് സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ അല്ലെങ്കിൽ നമ്മുടെ പെർട്ടിക്കുലർ ഫംഗ്ഷൻ സ്റ്റഡി സ്റ്റേറ്റ് സൊല്യൂഷൻ ആവും നിങ്ങളോട് ചോദിക്കുക. സോ വി ബൈ ആർ ആണ് ഇവിടുത്തെ സ്റ്റഡി സ്റ്റേറ്റ് വാല്യൂ. ഇനി ഈ ടേം മൈനസ് വി ബൈ ആർ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ആർ ബൈ എൽ ഇൻറ്റു ടി, ആ ടേമാണ് ഇവിടുത്തെ ട്രാൻഷ്യൻ സൊല്യൂഷൻ അല്ലെങ്കിൽ ട്രാൻഷ്യൻ റെസ്പോൺസ്. അപ്പോൾ ഇതാണ് ഒരു സീരീസ് ആർ എൽ സർക്യൂട്ടിൻ്റെ ട്രാൻഷ്യൻ റെസ്പോൺസ് കണ്ടുപിടിക്കാനുള്ള സ്റ്റെപ്സും ഇക്വേഷനും. ഇത് വെച്ചിട്ടാണ് നമ്മളിനി പ്രോബ്ലംസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഇനി ഇതിൻ്റെ പ്രോബ്ലംസ് ഏതൊക്കെയാണെന്ന് നോക്കാം.